മോണോലോഗ് റൗണ്ടിൽ അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു സിദ്ധു. ഏതാ ചെയ്യുന്നത്? ഞാൻ എസ്തപ്പാൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ. എവിടുന്നാ എടുത്തിരിക്കണേ? എന്തിന്റെയാണ്? എസ്തപ്പാനോസ് 1886 BC എന്ന് പറഞ്ഞ നാടകത്തിൽ നിന്ന്. ഈ കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്താ? എന്തെങ്കിലും നമുക്ക് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത ഉണ്ടോ? അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ശവം എടുക്കലാണ് ജോലി. മാളത്തു പറക്കണ ചെമ്പരുണ്ട് നീ എൻ്റെ അപ്പനെ കണ്ട് നീ എൻ്റെ അമ്മച്ചിയെ കണ്ട് മാനത്തു പറക്കണ ചെമ്പരുന്തേ. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരമാകുന്നു. പിന്നീട് പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. നിങ്ങൾക്ക് തന്നെ എത്തപ്പാന്ന് വിളിക്കാം. കടൽക്കരയുള്ള ഈ ചെറിയ കോട്ടയിലാണ് എൻ്റെ താമസം. ഇവിടെ എൻ്റെ കൂടെ എൻ്റെ അപ്പനും ഉണ്ട്. അപ്പൻ എന്നെ വിളിക്കുന്ന എനിക്ക് കേൾക്കാം, എത്തപ്പാ എത്തപ്പോ, പക്ഷെ കാണാൻ പറ്റത്തില്ല. അപ്പൻ്റെ വേർപ്പിൻ്റെ മണം അപ്പൻ അടുത്ത് വരുമ്പോൾ എനിക്കറിയാം. നിങ്ങളോടായിട്ട് പറയാ, എത്തപ്പാന് ശവമെടുക്കലാ പണി. പുഴ വീണി ചത്തതും തോട്ടി വീണി ചത്തതും കടലിൽ ചാടി ചത്തതും തൂങ്ങിച്ചത്തതും വസൂരി വന്ന് ചത്തതും അങ്ങനെ എല്ലാ ശവവും എത്തപ്പാൻ എടുക്കും. എത്തപ്പൻ്റെ അപ്പന് കൃഷിയാണ്. പിറകാലെ ഒരു കുണം കട്ടനും അടിച്ച് അപ്പം പാടം തിറങ്ങി എല്ലും മുറിയ പണിയെടുക്കും. പാടത്തിറങ്ങിയാൽ പിന്നെ അപ്പന് സമയമൊന്നും വലിയ നിശ്ചയമില്ല കേട്ടോ. അന്ന് ഞങ്ങളും കൂടുമായിരുന്നു. പിന്നെ നല്ല ഓളവാ. അപ്പം തൊട്ടതെല്ലാം പൊന്നായി. അപ്പം തൊട്ടത് ഒന്നേ ഉള്ളൂ പൊന്നാവാത്തത്, അത് എത്തപ്പാനാ. എനിക്കിവിടെ ഇരുന്ന എല്ലാം കാണാം. അപ്പൻ്റെ പച്ച നിറമുള്ള നെൽപ്പാടവും അപ്പൻ കാലിട്ട് ചെളി ഉഴുതു മറിക്കുന്നതും ഞാറ് നടുന്നതും കാവലിരിക്കുന്നതും കറ്റ കൊയ്യുന്നതും. ഒരു ദിവസം പണിക്ക് പോയി അപ്പം പിന്നെ തിരിച്ചു വന്നില്ല. മൂന്നാം ദിവസം പായൽ പിടിച്ച് ഈ കുളത്തിൽ പൊങ്ങിയപ്പോൾ അപ്പൻ്റെ ശവം എടുത്ത് തുടങ്ങിയ എത്തപ്പാൻ ഈ പണി. പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോ നീറ്റാട്ടെ, നമുക്ക് വീട്ടിൽ പോകണ്ടേ? പിന്നെ എത്തപ്പാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ശവങ്ങൾ തന്നെ ശവങ്ങൾ. ശവങ്ങൾ എത്തപ്പാനെ തേടി ഇങ്ങോട്ട് വരും. ഇഷ്ടംപോലെ പൈസയാ. കേൾക്കുന്നില്ലേ? എത്തപ്പാനെ ശവം എടുക്കാൻ വിളിക്കുക. വരുന്നു. കിണറൊന്നും എത്തപ്പാന് വലിയ പ്രശ്നമല്ല കേട്ടോ. ഈ കിണറ്റിൽ തന്നെ എത്തപ്പാൻ ഒരുപാട് എണ്ണത്തെ കോരി എടുത്തിട്ടുണ്ട്. നമ്മുടെ മേരി കൊച്ചല്ലയോ? മേരി, എടി മേരി, നീയും പോയോ? ഈ മേരി കൊച്ചിനെ എത്തപ്പാന് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ആ ഇഷ്ടമൊന്നും മേരിക്ക് എത്തപ്പാനോടില്ലായിരുന്നു. എത്തപ്പാൻ അത് ആഗ്രഹിച്ചിട്ടുമില്ല. മേരി പള്ളിയിൽ നിന്ന് പോയിട്ട് വരുമ്പോ എത്തപ്പാൻ ദൂരെ ഒളിഞ്ഞു നിന്ന് നോക്കും. പൊക്കോ, നീയും പോക്കോ. എന്റെ പള്ള എന്നാ വെച്ചാ വീർത്തിരിക്കുന്നേ? വെള്ളം കുടിച്ചതാണോ? എന്റെ കർത്താവേ, വയറ്റിലുണ്ടല്ലോ. നീ എന്നാതിനാണ് ഈ കൊള്ളരുതാഴി ചെയ്ത്? കൊച്ചിനേലും എത്തപ്പാനെ ഒന്നിച്ചു പോകാൻ മേലായിരുന്നു. വരിക
നീയും പൊക്കോ, എല്ലാരും പൊക്കോ. മാനത്തു പറക്കണ ചെമ്പരുന്തേ, എന്റെ അപ്പനെ കണ്ടോ, എന്റെ അമ്മച്ചിയെ കണ്ടോ, മാനത്തു പറക്കണ ചെമ്പരുന്തേ, എന്റെ അപ്പനെ കണ്ടോ, എന്റെ അമ്മച്ചിയെ കണ്ടോ. Again, you played with subtlety, you played with real emotions. നല്ല വോയിസാണ് പാടാനും, പിന്നെ ലാസ്റ്റ് മറ്റേ കരഞ്ഞുകൊണ്ട് ആ പാടുന്നത്, ഇതൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. സോ ദാറ്റ്സ് ബ്രില്യൻറ്റ്. എമോഷണൽ സാധ്യതകൾ മുഴുവനായിട്ട് സിദ്ധു ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെക്കാളും നല്ല പോസിറ്റീവ് അഭിപ്രായം ഗീതു മാം പറഞ്ഞിട്ടുണ്ട്. ക്യാരി ഓവർ ഫ്രം ദ. ഇത് ഞാൻ പറയുന്നത് എനിക്ക് അടുത്ത പ്രാവശ്യം സിദ്ധുവിൽ നിന്ന് ഇതിനേക്കാൾ ബെറ്റർ സാധനം കിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. വളരെ നന്നായിരുന്നു സിദ്ധുവിൻ്റെ. ആസ് ഓൾവേസ് യു ഹാവ് ഗോട്ട് എ വെരി പെർഫെക്റ്റ് ഡിക്ഷൻ. പിന്നെ ഡയലോഗ് ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. എക്സ്പ്രഷൻ വാസ് ദെയർ ഇൻ യുവർ വോയിസ്. അതൊക്കെ വളരെ നന്നായിരുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറ്റ് വാസ് വെരി ഗുഡ്.